തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമില്ലെന്ന് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. LDFും UDFും തമ്മിലാണ് മത്സരം. മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന BJPയെ ബൂസ്റ്റ് ചെയ്യാൻ UDF ശ്രമിക്കുകയാണെന്ന് കൂടി അദ്ദേഹം ആരോപിക്കുന്നു. BJPയും കോൺഗ്രസും ഒറ്റക്കെട്ടാണെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ കോടീശ്വരന്മാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്നും പന്ന്യൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇവിടെ കണക്കിന് നമ്മുടെ കണക്കിൽ ഇവിടെ നമ്മൾ ഫസ്റ്റിലാണ്, പിന്നെ UDF ആണ്. BJP ഒരുപാട് പിറകിലാണ്. BJPയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അവർ തമ്മിലുള്ളൊരു കളിയാണ് ഈ കളി. തിരുവനന്തപുരത്തെ മത്സരം LDFും UDFും തമ്മിലാണ്. അതെ, തീർച്ചയായും ത്രികോണ മത്സരമില്ല. ത്രികോണ മത്സരം ഇല്ല. BJP UDF ഒന്നാണ്. രണ്ട് സ്ഥാനാർത്ഥികളുടെ ഒരാൾ മതി അവർക്ക്. രണ്ടാളും ഒരേ നയമാണ്. നമ്മൾ സർവേ ഫലം എന്ന് പറയുന്നത് ആളുകളാ കുറച്ച് വട്ടം തിരിക്കാൻ കഴിയും നിങ്ങൾക്ക്. ആ സർവേകൾക്ക് ഇടയിൽ ഒരുപാട് സ്വാധീനങ്ങളുണ്ട് എന്നുള്ള കാര്യം സത്യം. അതിൽ നമ്പർ 1 സ്വാധീനം പണച്ചാക്കൾ ഏത് ഭാഗത്താണ്, ആ ചാക്കിനെ കുറേ കൂടി സമാധാനിപ്പിക്കാൻ സർവേകൾ സഹായിക്കുന്നുണ്ട്. അല്ലമീൻ നൽകും വിശദാംശങ്ങൾ. അല്ലമീനോട് പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്ത് ത്രികോണ മത്സരം ഇല്ല എന്ന് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നു. പക്ഷേ അവിടെ നടക്കുന്നത് LDFും UDFും തമ്മിലുള്ള മത്സരമാണെന്ന് പറയുന്നു. പക്ഷേ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നതെന്ന് പറയുന്നു. ഒപ്പം ശശി തരൂർ പറയുന്നത്, UDF സ്ഥാനാർത്ഥി ശശി തരൂർ പറയുന്നത് അവിടെ ത്രികോണ മത്സരം ഇല്ല, പക്ഷേ നടക്കുന്നത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു മത്സരമാണെന്ന് പറയുന്നു. സത്യത്തിൽ എന്താണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്? ഏത് തരത്തിലുള്ള മത്സരമാണ്? ശക്തമായ മത്സരം നടക്കുന്നൊരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം എന്ന് മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ഉറ്റുനോക്കപ്പെടുന്ന ഒരു മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിൽ ആദ്യഘട്ടം മുതൽ പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് തിരുവനന്തപുരത്ത് ത്രികോണ മത്സരം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അതിനിടയിലാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂര് ഇവിടെ നടക്കുന്നത് UDFും BJPയും തമ്മിലുള്ള മത്സരമാണ്, LDFിന് പ്രസക്തിയില്ല എന്നൊരു പ്രസ്താവന കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം അത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് അത് ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കുന്നതിന് വേണ്ടി BJP വിജയിച്ചു വരും, LDF ചിത്രത്തിലില്ല, അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിക്കട്ടെ എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായി UDFും ശശി തരൂരും പയറ്റിയ ഒരു നീക്കമായിട്ടാണ് LDF അതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് അവിടെ പ്രസക്തിയില്ല, ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങ് കേന്ദ്രീകരിക്കേണ്ട എന്ന തരത്തിൽ പുതിയൊരു തന്ത്രം LDFും പുറത്തെടുക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പന്ന്യൻ രവീന്ദ്രന്റെ ഈ പ്രസ്താവനയും നമ്മൾ നോക്കിക്കാണേണ്ടത്. അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു തരത്തിലും ത്രികോണ മത്സരമില്ല, ഇവിടെ വിജയിക്കുന്നത് LDF തന്നെയായിരിക്കും. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡല പരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇടതുപക്ഷത്തിന്റെ കൈകളിലാണ് എന്ന് മാത്രമല്ല, മുൻപൊരിക്കൽ മത്സരിച്ചപ്പോൾ താൻ തന്നെ ഇവിടെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇടതുമുന്നണിക്ക് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഇത്തവണ അനുകൂല ഘടകങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ ഒരു വിജയം ഇടതുമുന്നണിക്കുണ്ടാകും. സെക്കൻഡ് പൊസിഷനിലേക്ക് UDF വരും. BJP വളരെ പിറകിലാണ്. 3ാം സ്ഥാനത്തേക്ക് BJP തള്ളപ്പെടാൻ പോവുകയാണ്. പക്ഷേ BJP 3ാം സ്ഥാനത്തേക്ക് പോകുന്നത് ഒഴിവാക്കുന്നതിന് UDFും കോൺഗ്രസും ചില ശ്രമങ്ങൾ നടത്തുന്നു. BJPയെ ബൂസ്റ്റ് ചെയ്യാൻ ചില ഇടപെടലുകൾ നടത്തുന്നു. അതിന്റെ ഭാഗമാണ് തരൂരിന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ എന്നുകൂടിയും അദ്ദേഹം പറയുകയാണ്, പന്ന്യൻ രവീന്ദ്രൻ പറയുകയാണ്. അതായാലും മറ്റു നേതാക്കൾ, ഇടതു നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ മത്സരം ഏത് രീതിയിലായിരിക്കും എന്നുള്ളൊരു പ്രതികരണം നടത്തുമായിരിക്കും. അതിലും ശക്തമായൊരു മത്സരം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതിൽ 3 സ്ഥാനാർത്ഥികളും 3 രീതിയിൽ അതിനെ വിശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP പറയുന്നത്, NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറയുന്നു തിരുവനന്തപുരത്ത് ത്രികോണ മത്സരം എന്നുള്ളതാണ്. UDF സ്ഥാനാർത്ഥി ശശി തരൂർ പറയുന്നത് UDFും BJPയും നേർക്കുനേറുള്ള മത്സരം എന്നാണ്. പക്ഷേ അതേസമയം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആദ്യം പറഞ്ഞിരുന്ന നിലപാട് മാറ്റി പന്ന്യൻ രവീന്ദ്രൻ പറയുന്നു തിരുവനന്തപുരത്ത് LDFും UDFും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ശക്തമായ മത്സരം നടക്കുന്നു. ഇന്ന് നാളെ പ്രധാനമന്ത്രി വരുന്നു. വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മറ്റു നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് വരുന്നു. സ്വാഭാവികമായും സംസ്ഥാന നേതാക്കൾ ഉഴുതുമറിച്ചിട്ട തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ഭൂമിക ഈ ദേശീയ നേതാക്കൾ കൂടി വരുമ്പോൾ ഏത് രീതിയിൽ വഴുതി മറിയും എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയാം. ഇതിന് വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സൂചിപ്പിച്ച പോലെ സംസ്ഥാനാർത്ഥികൾ അങ്ങനെ പലതും പറയുന്നുണ്ടെങ്കിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. അപ്പോൾ കാത്തിരുന്ന് കാണാം തിരുവനന്തപുരത്തെ മത്സരം എത്തരത്തിലായിരിക്കുമെന്ന്.